മലയാളികൾക്കെപ്പോഴും സ്വർണത്തിനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. വിവാഹങ്ങൾക്കായാലും മറ്റ് ആഘോഷങ്ങൾക്കായാലും സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാൻ വളരെയധികം താല്പര്യപ്പെടുന്നു. പക്ഷേ ഇന്ന് സ്വർണ്ണവില ദിനം തോറും കൂടുകയാണ്. സാധാരണക്കാർക്ക് ഒരു പവൻ സ്വർണം വാങ്ങാൻ സാധിക്കാത്ത തരത്തിൽ വില ഉയരുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഈ കുതിച്ചുയരുന്ന സ്വർണ്ണവില സാധാരണക്കാരെ എങ്ങനെ ബാധിക്കുന്നു എന്ന് കേൾക്കാം. എൻ്റെ പേര് ഷീബ. എൻ്റെ സ്ഥലം കൊല്ലമാണ്. ഞാനിപ്പോൾ സംസാരിക്കാൻ വന്നത് സ്വർണ്ണവിലയെ പറ്റിയാണ്. ഇപ്പം ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് അടുക്കാൻ പറ്റാത്ത ഒരു ഏരിയയാണ് സ്വർണ്ണക്കട. അത്രയ്ക്കും വില കുത്തനെ കൂടിയിട്ടുണ്ട്. ഒരു പവന് 52,000 സംതിങ് ആയിട്ടുണ്ട്. എൻ്റെ കല്യാണം 2008 അന്ന് ഞാൻ 6 പവൻ വാങ്ങിച്ചത് 62,000 രൂപയ്ക്കാണ് ഞാൻ 6 പവൻ വാങ്ങിച്ചത്. ഇന്ന് സാധാരണ പെൺകുട്ടികൾക്ക് ഒരു കല്യാണം കഴിക്കണമെങ്കിൽ സ്വർണ്ണം ഇല്ലാതെ പറ്റൂലല്ലോ. അവർക്ക് കല്യാണത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് അവർക്കിപ്പോൾ. പാവപ്പെട്ട പെൺപിള്ളേരെ കെട്ടിച്ചു വിടാവുന്ന മാതാപിതാക്കളും എന്താ ചെയ്യുമെന്ന് പറഞ്ഞ് നടക്കുവാണ്. അതുമല്ല, കള്ളന്മാർ സ്വർണ്ണം എടുത്തുകൊണ്ട് ഒരു തരി പൊന്നിട്ടുകൊണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിടിച്ചുപറിക്കാരെയും കള്ളന്മാരെയും പേടിച്ച് നടക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ സ്വർണ്ണവില കുത്തനെ കൂടിയുണ്ട്. പാവപ്പെട്ട പെണ്ണുങ്ങളും ഉള്ളവർ പോയി വാങ്ങും, ഇല്ലാത്തതുപോലെ കഴിയും. പിന്നെ അനുകമ്പയുള്ള ആൺകുട്ടികളാണെങ്കിൽ സ്വർണ്ണം ഇല്ലാതെ പെൺപിള്ളേരെ കെട്ടിക്കൊണ്ടുപോകുന്ന കാലവും ഇപ്പോൾ ഉണ്ട്. അത് അവരെ നല്ല മനസ്സ്. നമസ്കാരം, ഞാൻ ഡെസ്ന. ഞാനൊരു കോളേജ് ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയാണ്. ഇപ്പോൾ ഞാൻ ഇന്ന് സ്വർണ്ണവില വർധനവ്, അതിനോടൊപ്പം തന്നെ ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ പറ്റിയാണ് ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. സ്വർണത്തിനോട് എന്നും മനുഷ്യർക്കൊരു ഭ്രമമുണ്ടാകും. അത് ഒരു പ്രകൃതി നിയമം തന്നെയാണ്. പക്ഷേ അതിന് വരുന്ന വസ്തുത അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ മറ്റുള്ളവർ ധരിക്കുമ്പം, ഇപ്പം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ ഒരു മാല അല്ലെങ്കിൽ വള ധരിച്ച് കാണുമ്പം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അതിനോടൊരു ഭ്രമം തോന്നും. എനിക്കും അതൊക്കെ ഒരെണ്ണം വേണം, അല്ലെങ്കിൽ എനിക്ക് അതിനൊക്കെ ധരിക്കണം എന്നുള്ളൊരു ഭ്രമം അല്ലെങ്കിൽ തോന്നൽ അവരുടെ മനസ്സിൽ വരും. അതേപോലെ മാറിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡ്, ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് വെച്ചാൽ കോളേജ് വിദ്യാർത്ഥിനികൾ അവരുടെ ഇടയിൽ വരുന്നത് സിമ്പിളായിട്ടുള്ള സ്വർണ്ണങ്ങൾ, ഒരു സിമ്പിൾ ചെയിൻ, അതിനൊപ്പം സിമ്പിൾ പെൻഡൻറ്റ് എന്നുള്ള രീതിയിലൊക്കെ ധരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴുള്ള ട്രെൻഡ്. പിന്നെ പാറ്റേൺസ്, ഡിസൈൻസ്, അതും മറ്റൊരു ഘടകമാണ്. ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ വരുമ്പം അതിൽ പുതിയ ഡിസൈൻസ് അല്ലെങ്കിൽ പാറ്റേൺസ് ഒക്കെ കാണുമ്പം അതിനോട് ഇഷ്ടം തോന്നി വാങ്ങിക്കുന്നവരുമുണ്ട്. അതേപോലെ ഇപ്പം ആൻറ്റിക് ജ്വല്ലറിയുടെ കാലഘട്ടമാണ്. ആൻറ്റിക് ജ്വല്ലറി വലിയ ഒരു വില തന്നെ പറയുന്നൊരു കാലഘട്ടമാണ്. അത് തേടി വന്ന് വാങ്ങുന്നവരും ഈ കാലഘട്ടത്തിൽ കാണപ്പെടുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഗോൾഡ് വാങ്ങിച്ച് അത്രയും ധരിക്കാനായിട്ട് ആസ്തി ഇല്ലാത്തവരാണെങ്കിൽ ഇമിറ്റേഷൻ ജ്വല്ലറി എന്ന് പറയും. ഗോൾഡ് കണക്ക് തന്നെ, ഗോൾഡ് പ്ലേറ്റഡ് പോലെ ഇരിക്കും, കാണാൻ ഗോൾഡ് കണക്ക് തന്നെ, എന്നാൽ അധികം വിലയില്ലാത്തൊരു ജ്വല്ലറിയാണത്. ഇമിറ്റേഷൻ ജ്വല്ലറി അത് ഉപയോഗിക്കുന്നവരുണ്ട്. അതേപോലെ മുൻ കാലഘട്ടങ്ങളിൽ കണ്ടുവന്നിരുന്നതും ഇപ്പോഴും കാണപ്പെടുന്നതുമായിട്ടുള്ള ഒരു പ്രസ്തുത ആണ് സ്ത്രീധനം എന്ന് പറയുന്നത്. അപ്പോൾ സ്ത്രീധനത്തിന് മുൻ കാലഘട്ടങ്ങളിൽ സ്വർണ്ണമായിരുന്നു കൊടുത്തിരുന്നത്. എന്നാലിപ്പോൾ സ്ത്രീധന കേസുകളിലൂടെയും മരണനിരക്കിലൂടെയൊക്കെ അതിൻ്റെ വലിയ മാറ്റം തന്നെ കണ്ടിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ സ്ത്രീധനത്തിന് പകരമായി അവർ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിക്കും വധുവിനും വരനും കാറ് അല്ലെങ്കിൽ വീട് വയ്ക്കാനായിട്ടുള്ള വസ്തു, അങ്ങനെ ഓൾട്ടർനേറ്റീവ്സ് ആയിട്ട് കൊടുക്കുന്നവരും ഉണ്ട്. എന്നാൽ ഗോൾഡ് ഒരു വലിയ പങ്ക് വഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഗോൾഡിന് പകരമായി ഇപ്പോൾ നമുക്ക് സിൽവർ, ഒരു മിനിമലിസ്റ്റ് ജ്വല്ലറിയുടെ കാലഘട്ടമാണിത്. സിമ്പിൾ ചെയിൻ വിത്ത് പെൻഡൻറ്റ് അങ്ങനെയൊക്കെ ധരിക്കുന്നവർക്കാണെങ്കിൽ, അതേപോലെ ഗോൾഡിന് ഓൾട്ടർനേറ്റീവായിട്ട് സിൽവർ, അതേപോലെ ഡയമണ്ട്, ഗോൾഡ് അപ്പോൾ വരുന്ന ഡയമണ്ട്, എന്നാലും ഡയമണ്ടും ഉപയോഗിക്കുന്നവരും ഈ കാലഘട്ടത്തിൽ കൂടുതലാണ്. സ്വർണം കയ്യിലിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും അതൊരു മുതൽക്കൂട്ട് തന്നെയാണ്. അതൊരു സമ്പാദ്യം അല്ലെങ്കിൽ ഒരു ആസ്തി തന്നെയാണ്. ഇപ്പോൾ ഇത് പൈസയ്ക്ക് പൈസ തന്നെ ആവശ്യമാണ്. അപ്പോൾ പൈസ പെട്ടെന്ന് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം, പെട്ടെന്ന് ഹോസ്പിറ്റൽ കേസ് വന്നു, അപ്പം എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുവാണെങ്കിൽ സ്വർണം കയ്യിലിരിക്കുന്ന ഒരു വ്യക്തി, ഏതൊരു വ്യക്തിയായാലും അദ്ദേഹത്തിന് അത് കൊണ്ടുപോയി പ്ലഡ് ചെയ്യുക അല്ലെങ്കിൽ പണയം വെച്ച് പൈസയായി എടുക്കുക എന്നൊരു ആനുകൂല്യം നമുക്ക് കിട്ടുന്നുണ്ട്.
അങ്ങനെ വരുന്നൊരു സിറ്റുവേഷനിൽ സ്വർണം എന്നും മനുഷ്യന് ഒരു ആസ്തി തന്നെയാണ്. അവിടെ സ്വർണം വലിയ ഒരു റോള് എടുക്കുന്നുണ്ട്. അതേപോലെ സ്വർണം എന്നും പെൺകുട്ടികൾക്കെന്നല്ല എല്ലാ മനുഷ്യർക്കും ഇപ്പം ഒരു വീട്ടിൽ കുറച്ച് സ്വർണം എന്തായാലും കാണും, അതവർ മാറ്റി വെച്ചേക്കുന്നതായിരിക്കും. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് മാറ്റി വെച്ചേക്കുന്ന സ്വർണ്ണങ്ങളായിരിക്കും അത്. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ സ്വർണം എന്നൊരു ആസ്തി തന്നെയായിട്ട് കരുതപ്പെടുന്നുണ്ട്. സോവറിൻ ഗോൾഡ് ബോണ്ട് അത് 2015 നവംബറിൽ വന്നിട്ടുള്ള ഒരു സമ്പ്രദായമാണ്. സോവറിൻ ഗോൾഡ് ബോണ്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ സ്വർണം ധരിച്ചിരിക്കുന്നവരായാലും വീടുകളിൽ സ്വർണം സൂക്ഷിച്ചിരിക്കുന്നവരായാലും കളവ് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങളിലും പത്രങ്ങളിലൊക്കെ വായിക്കുന്നതും കേൾക്കുന്നതും പോലെ തന്നെ സ്വർണം വീടുകളിൽ കയറി മോഷ്ടിക്കുക, അതേപോലെ വഴിയിൽ കൂടെ പോകുമ്പോൾ പൊട്ടിച്ചുകൊണ്ട് പോവുക എന്നുള്ള ഈ സാഹചര്യങ്ങളിൽ ഈ സോവറിൻ ഗോൾഡ് ബോണ്ടിൻ്റെ ഇഷ്യൂ ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു പ്രതിവിധി തന്നെയാണ്. ഇത് എങ്ങനെ എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇഷ്യൂ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പോലെ ഒരു പൈസ അല്ലെങ്കിൽ ഒരു എമൗണ്ട് ഓരോ ഘട്ടങ്ങളായിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് അടച്ചിടുക. അപ്പോൾ നമുക്കിത് മെച്യൂർ ആകുന്ന സമയത്ത് റിഡീം ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഇങ്ങനെയുള്ള ഈ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിലും ഈ സോവറിൻ ഗോൾഡ് ബോണ്ട് വലിയ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു സഹായമായിട്ട് കാണപ്പെടാറുണ്ട്. ഞാൻ ഒരു വീട്ടമ്മയാണ്. സ്വർണം എല്ലാ കാലത്തും ഒരു മൂല്യമുള്ളൊരു വസ്തുവാണ്. പക്ഷേ സ്വർണം സാധാരണക്കാർക്ക് ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് മേടിക്കാൻ പറ്റിയ ഒരു അവസ്ഥയല്ല. ദിനം പ്രതി വർദ്ധിച്ചു കൊണ്ടിരുന്ന വില. പിന്നെ പണ്ട് കാലങ്ങളിൽ 10,000-4,000 രൂപ, പണ്ട് എന്ന് വെച്ചാൽ അധികം പണ്ടല്ല, ഒരു 2001 കാലഘട്ടത്തിലൊക്കെ 4,000 രൂപ വിലയുള്ള സ്വർണം ഇന്ന് ഇത്രയും കാലത്തിനകത്ത് വെച്ച് 53,000 ചില്ലറ രൂപയായി. പക്ഷേ പൈസ ഉള്ളവന് അത് വിഷയമല്ല. സാധാരണ ജനങ്ങൾക്ക് ഒരു വിവാഹത്തിനോ അവരുടെ ദേഹത്തുനിന്ന് ഇടാൻ മേടിക്കണമെന്ന് ആഗ്രഹിക്കുക ചെയ്യുമ്പോൾ അത് മേടിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. അതിനാൽ എന്നും സ്വർണം ഒരു വിലപിടിപ്പുള്ള വസ്തുവായിട്ടാണ് ആൾക്കാർ കാണുന്നത്. 2001 കാലഘട്ടത്തിൽ ഒരു പവൻ സ്വർണ്ണം എടുക്കുമ്പോൾ 4,000 രൂപ മതി. പക്ഷേ ഇന്ന് നമ്മൾക്ക് ആ ഈ കാലഘട്ടം കൂടി ഉപയോഗിച്ച് നോക്കുമ്പോൾ 1 ഗ്രാമിന് തന്നെ 1,500 രൂപ നമുക്ക് ഉണ്ടെങ്കിൽ 1 ഗ്രാം പോലും എടുക്കാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് സാധാരണക്കാർക്ക് ഒരു പവൻ എടുക്കണമെങ്കിൽ 60,000 രൂപ കൊണ്ടേ പോകാൻ പറ്റത്തുള്ളൂ. അത് എന്നും ബുദ്ധിമുട്ടായൊരു കാര്യമാണ്. പക്ഷേ അത് എടുക്കേണ്ടി വന്നാൽ സാധാരണക്കാർ എടുത്തേ പറ്റത്തുള്ളൂ. അതുപോലെ വിവാഹ ആവശ്യങ്ങൾക്ക് സാധാരണക്കാർക്ക് മറ്റുള്ളവരെ കണക്ക് കൊടുക്കണമെന്നുള്ള ആഗ്രഹമാണ്. പക്ഷേ ഇല്ലാത്തവനായാലും കടം മേടിച്ചെങ്കിലും സാധാരണ നോർമൽ രീതിയിൽ ഒരു 25 പായെങ്കിലും പാവപ്പെട്ടവനായാലും കൊടുക്കുന്ന കാലഘട്ടത്തുള്ള സ്ഥിതിവിശേഷമാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നൊരു സമ്പ്രദായമാണ്. ഉദാഹരണം, കുഞ്ഞുങ്ങളുടെ പേരിൽ ചടങ്ങ് മുതൽ മറ്റുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ഗിഫ്റ്റായിട്ട് സ്വർണം കൊടുക്കുന്നു. പക്ഷേ സാധാരണക്കാർക്ക് മേടിക്കാൻ ഏറെ ബുദ്ധിമുട്ടാണെങ്കിലും മറ്റുള്ളവരുടെ മുൻപിൽ അത് അവരും മറ്റുള്ളവരുടെ കണക്ക് സ്വർണം തന്നെ ഗിഫ്റ്റായിട്ട് ഇല്ലായ്മയിൽ പോലും ഗിഫ്റ്റായിട്ട് സ്വർണം തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്നും നമുക്ക് ഗോൾഡ് കോയിൻ മേടിക്കുമ്പോൾ ഗോൾഡ് കോയിൻ അത് പണിക്കുറവ് സമ്പ്രദായം ഇല്ല എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ നമ്മൾ ആ ഗോൾഡ് കോയിൻ തിരിച്ച് കൊടുത്ത് നമുക്ക് ഓർണമെൻറ്റ്സ് ആക്കുമ്പോഴും നമുക്ക് അധികം സാമ്പത്തിക നഷ്ടമില്ലാതെ നമുക്ക് ഓർണമെൻറ്റ്സ് ആക്കി എടുക്കാം. സാധാരണക്കാർക്ക് അവനൊക്കെ നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഐഡിയയാണത്. ഓർണമെൻറ്റ്സ് ആക്കിയിരുന്നതിനെ കാട്ടി ചെറിയ രീതിയിലും പൈസ ഉണ്ടാക്കി വെച്ച് ഗോൾഡ് കോയിൻ നമ്മുടെ രീതിയിലനുസരിച്ച് ഗോൾഡ് കോയിൻ ഇന്ന് വാങ്ങാൻ പറ്റിയൊരു കാലഘട്ടത്തിലാണ് എത്തപ്പെട്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ നമുക്ക് ഒരു പവൻ എടുക്കണമെങ്കിൽ 4,000 രൂപ മതിയായിരുന്നു. പക്ഷേ ഇന്നും സാധാരണക്കാരന് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ 10,000 രൂപ എങ്കിലും ഉണ്ടെങ്കിൽ 1 ഗ്രാം സ്വർണ്ണത്തിൽ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. കാരണം ഉള്ളവൻ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ആ ഉള്ളവൻ്റെ മുൻപിൽ ഇല്ലാത്തവൻ അതുപോലെ കൊടുക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ആ 10,000 രൂപ ഉണ്ടാക്കിയെടുത്ത് അത് ഏറെ ബുദ്ധിമുട്ടിയാണ് സാധാരണക്കാർ ആ ഗിഫ്റ്റ് കൊടുത്ത് അവരുടെ അഭിമാനം കാത്ത് സൂക്ഷിക്കുന്നത്. പഴയ തലമുറ എന്ന് പറയുമ്പോൾ സ്വർണ്ണം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പക്ഷേ ഇന്നും പുതിയ തലമുറയ്ക്ക് സ്വർണം ഇഷ്ടമുള്ള കുട്ടികളുണ്ട്. എന്നാൽ അവർ ലൈറ്റ് വെയിറ്റുള്ള ഓർണമെൻറ്റ്സ് ആണ് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് ഇടുന്നതും. പക്ഷേ പഴയ തലമുറയിലെന്ന് പറഞ്ഞാൽ ശരീരം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഓരോ ഓർണമെൻറ്റ്സിൻ്റെ കാലഘട്ടമാണ് അത്. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയല്ല. പക്ഷേ ആ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ അഭിമാനത്തിൻ്റെ ഒരു കാര്യം കൂടാണ് പഴയ തലമുറയ്ക്ക്. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് സ്വർണം വേണ്ട എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത്. ഞാനൊരു വീട്ടമ്മയാണ്. എൻ്റെ പേര് നാൻസി.
സ്വർണ്ണത്തിന് പെമ്പോന്ന് വെച്ചാൽ എപ്പോഴും ഇടുന്നത് കാണുമ്പോൾ നമുക്ക് ചെറിയൊരു ഇത് തോന്നും അതിനോട് അത് ഇടണം അങ്ങനെ ഒക്കെ ധരിച്ചിട്ട് നടക്കണമെന്നും അങ്ങനെ ഒരു ഇത്. പിന്നെ പരസ്യം കാണുമ്പോഴാണ് കൂടുതൽ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുന്നത്. അത് ഇത്രയും നല്ല ഭംഗിയുള്ള സംഭാവനകൾ. അങ്ങനെ സ്വർണ്ണത്തിനോട് എന്തായാലും എല്ലാ കാലത്തും പെണ്ണുങ്ങൾക്ക് ഒരു ഭ്രമം ഉണ്ടല്ലോ, അതെന്തായാലും എല്ലാവർക്കും ഉണ്ട്. സ്വർണ്ണത്തിന്റെ വില എന്ന് വെച്ചാൽ സാധാരണ കാലത്ത് എൻ്റെ കല്യാണം ഒരു 2007 പക്ഷെ അന്ന് സ്വർണ്ണത്തിന് ഇത്രയും വിലയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 10-15 രൂപയൊക്കെ ഉണ്ടായിരുന്നപ്പം ഒരു പവൻ വാങ്ങാമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഇതിൽ ഒട്ടും വാങ്ങാൻ പറ്റുന്ന ഒരു ഇതല്ല. ഇപ്പോൾ സ്വർണ്ണത്തിന്റെ ആ ഒരു വില വെച്ച് നോക്കുമ്പോൾ സാധാരണ കാലത്ത് താങ്ങാൻ പറ്റത്തില്ല. പ്രത്യേകിച്ചും കല്യാണം ഒക്കെ വരുമ്പോൾ എന്തായാലും സ്വർണ്ണം കൊടുത്തല്ലേ പറ്റും. പക്ഷെ നമുക്ക് വാങ്ങാൻ വളരെ കഷ്ടപ്പെട്ടാലേ കുറച്ചെങ്കിലും സ്വർണ്ണം വാങ്ങാൻ പറ്റത്തുള്ളൂ. പഴയ ആൾക്കാർ നിറച്ച് സ്വർണ്ണം ഇട്ടാലേ അതൊരു ഇതായിട്ട് തോന്നത്തോളായിരുന്നു. പഴമക്കാരുടെ ഒരു ഇതാണ്. എന്നാലും അവർ അത്രയും സ്വർണ്ണം ഇട്ടാലേ ആ ഒരു ഭംഗി വരുത്തോളം എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ അവർ അധികവും സ്വർണ്ണം ഉപയോഗിക്കാറില്ല. കല്യാണത്തിനാണെങ്കിൽ പോലും ചെറിയൊരു മാല, ചെറിയൊരു കമ്മൽ, അങ്ങനെയുള്ള ഇതൊക്കെ ഞാൻ കണ്ടെത്തുള്ളൂ. വളയും ബാക്കിയുള്ള സംഭവമൊന്നും അധികം ആരും ഉപയോഗിക്കുന്നത് കണ്ടെത്തില്ല. കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം ചെറിയ ആ ഒരു ഇതിട്ടൊന്ന് നടക്കുന്നതാണ്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് കൂടുതലും ഏതെങ്കിലും ഫംഗ്ഷൻ ആകുമ്പം കൂടുതൽ ആൾക്കാർ ചെറിയ ചെറിയ സാധനങ്ങൾ ഇങ്ങനെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന കാണുമ്പോൾ സാധാരണ വാർക്കും അതിനോടൊരു ഇത് തോന്നും, അങ്ങനെ ഞങ്ങൾക്കും കൊടുക്കാം. പക്ഷെ അത് ഏറ്റവും വലിയൊരു ഇതിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രയും ഇതൊന്നും ചെയ്യാനുള്ള സാധാരണക്കാർക്ക് പറ്റത്തില്ല. അപ്പം ആ സ്വർണം വാങ്ങാൻ പോകുമ്പം അവർ എവിടുന്നെങ്കിലും പലിശയ്ക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കടവോ വാങ്ങിയിട്ടായിരിക്കും അത് ചെയ്യുന്നത്. പിന്നെ അത് ഏറ്റവും വലിയൊരു ഇതായിട്ട് മാറും. പഴയ ഇതാണെന്ന് വെച്ചാൽ കൂടുതലും എല്ലാവർക്കും ആവശ്യം സ്വർണം എത്ര പവൻ കൊടുത്തു എന്നുള്ളതായിരുന്നു എല്ലാവരും ചോദിക്കുന്നത്. മോളെ കെട്ടിച്ച് കഴിയുമ്പോൾ എത്ര പവൻ കൊടുത്തു, അല്ലെങ്കിൽ മോൻ്റെ കല്യാണം കഴിയുമ്പോൾ എത്ര പവൻ കിട്ടി എന്നുള്ളതായിരുന്നു കൂടുതലും ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു ഇതായിട്ട് അന്ന് ആ ഒരു കാലത്ത് ഉണ്ടായിരുന്നത്. ഇത്രയും പവൻ മേടിച്ചാലേ ഞങ്ങൾക്ക് സമൂഹത്തിലൊരു വില ഉണ്ടാകൂ, അപ്പോൾ ഇത്രയും പവൻ കൊടുത്താലേ ഞങ്ങൾക്ക് സമൂഹത്തിലൊരു വില ഉണ്ടാകുന്നുള്ള ധാരണ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വീട്ടുകാർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ആ ഒരു ഇത് ഇല്ല, അങ്ങനെ ആരും ചോദിക്കാറുമില്ല. ഇപ്പം കാരണം കൂടുതലും എല്ലാവരും ഒരു ഗിഫ്റ്റായിട്ടാണ് പെൺകുട്ടികൾക്ക് അത് കൊടുക്കുന്നത്. അപ്പോൾ ആണിൻ്റെ വീട്ടുകാരാണെങ്കിലും അതൊരു ഗിഫ്റ്റായിട്ടാണ് മേടിക്കുന്നത്. കൂടുതൽ സ്ത്രീധനമായിട്ട് ചോദിക്കുകയോ പറയുന്നൊന്നും ചെയ്യുന്നില്ല സാരത്ത്. ഇപ്പോൾ അവർ വീട് വെക്കുകയോ അല്ലെങ്കിൽ വാങ്ങാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അത്രയേ ഉള്ളൂ ഇപ്പോഴത്തെ കാലത്ത് ഒരു ഈ സ്ത്രീധനം എന്ന് പറഞ്ഞാലും അങ്ങനെ പറയാറില്ല. ഇപ്പോൾ കൂടുതൽ അങ്ങനെയാണോ പൈസയാണെങ്കിലും. പിന്നെ പെൺകുട്ടികൾക്ക് കൂടുതലും അതൊരു ഇതാണ്. കാരണം അത്യാവശ്യ ഘട്ടങ്ങളിൽ അവർക്ക് സ്വർണം പെട്ടെന്ന് ഒരു ഇത് വന്നു കഴിയുമ്പോൾ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്ന് കയ്യിൽ പൈസ ഇല്ലാതാകുമ്പോൾ പെട്ടെന്ന് കൊണ്ടുപോയി പണയം വയ്ക്കുകയോ അല്ലെങ്കിൽ വിൽക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അന്നപ്പോൾ സൗകര്യം ചെയ്ത് നോക്കുമ്പോൾ സ്വർണം ഒരു അത്യാവശ്യ ഘടകമായിട്ടാണ് ഇരിക്കുന്നത്. വേറെ ആരുടെയും മുമ്പിൽ നമ്മൾ പോയി ഇത് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ നമുക്ക് അത് കൊണ്ടുപോയി നമ്മുടെ ആവശ്യം അന്നേരം സാധിച്ചു പോകാൻ നല്ല ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കല്യാണത്തിനാണെങ്കിലും മറ്റെന്തെങ്കിലും അതൊരു നല്ല ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്വർണ്ണം എന്തായാലും എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കും ബാക്കി എന്ത് ആവശ്യത്തിനാണെങ്കിലും പെട്ടെന്ന് നമ്മുടെ പൈസ ഇല്ലാതാകുമ്പോൾ നമുക്കൊരു സ്വർണ്ണം കൈയ്യെടുക്കുന്നത് നല്ലത് തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചകളിലായി സ്വർണം പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ്. അത് അന്താരാഷ്ട്ര തലങ്ങളിൽ വരുത്തിയ തീരുമാനങ്ങളുടെയും മാറ്റങ്ങളുടെയും ഫലമായാണ്. അമേരിക്കയിലെ പലിശ നിരക്ക് കുറയുന്ന വാർത്തകൾ, കേന്ദ്ര ബാങ്കുകളുടെ സ്വർണം വാങ്ങൽ താൽപ്പര്യം, ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ എന്നിവ സ്വർണ്ണവില കൂട്ടാൻ കാരണമായി. എന്നാൽ എത്ര വിലവർധനമുണ്ടായാലും സ്വർണത്തിന് ആവശ്യക്കാർ കുറവില്ല. വിവാഹ ആഘോഷങ്ങൾക്കായാലും അക്ഷയ തൃതീയ പോലുള്ള പ്രത്യേക ദിനങ്ങൾക്കായാലും സ്വർണം വാങ്ങുന്നതിൽ എപ്പോഴും ഡിമാൻഡുണ്ട്. ഇന്ന് വർദ്ധിച്ചു വരുന്ന സ്വർണ്ണവിലയെക്കുറിച്ചാണ് ഇന്ന് ഒരു സാധാരണക്കാരിയായ വീട്ടമ്മ എന്ന നിലയിൽ ഞാൻ സംസാരിക്കുകയാണ്. സ്വർണത്തിൻ്റെ വില വർദ്ധിക്കുന്നത് തന്നെ സ്വർണത്തോടുള്ള ഒരു ഭ്രമമാണല്ലോ അത് തെളിയിക്കുന്നത്. സ്വർണത്തിന് വില കുറയുന്നില്ലല്ലോ, വില കൂടി വരുന്നതേ ഉള്ളൂ. അത് വില കൂടിയായിട്ടും ആവശ്യക്കാർ കൂടുന്നത് കൊണ്ടാണല്ലോ ഈ വില വീണ്ടും കൂടിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആവശ്യക്കാരില്ലെങ്കിൽ വില കുറഞ്ഞേനെ.
പക്ഷെ അങ്ങനെ ഒരു സന്ദർഭം വരുന്നില്ല. നമ്മുടെ നിത്യജീവിതത്തിലെ ഒരു അവശ്യ വസ്തു അല്ലെങ്കിൽ പോലും എല്ലാ സ്ത്രീകളും എല്ലാ കുടുംബത്തിലെ ആളുകളും സ്വർണം എന്ന് പറയുന്ന ലോകത്തെ ഇഷ്ടപ്പെടുന്നു. ആ ലോകത്തിന്റെ ആ ഒരു പ്രാധാന്യം കൊണ്ടായിരിക്കാം സാമ്പത്തിക ഭദ്രത ഉറപ്പിക്കുന്നതിന് വേണ്ടി പോലും ആളുകൾ ഇന്ന് സ്വർണത്തിന്റെ പിന്നാലെയാണ്. അതിന്റെ തെളിവുകളാണ് ഒരിടത്ത് തന്നെ എത്രയോ ജുവല്ലറികളാണ്. എന്നാൽ തന്നെ ഈ ജുവല്ലറികളിൽ തിരക്ക് കുറയുന്നുണ്ടോ? അതും ഈ ആഭരണ പ്രമത്തെ തന്നെയാണ് കാണിക്കുന്നത്. സ്വർണ്ണവില ഇങ്ങനെ വർധനവ് ഉണ്ടാകുമ്പോഴത്തേക്ക് അത് സാധാരണക്കാരിൽ പലതരത്തിലുള്ള ആശങ്കകളാണ് ഉണ്ടാക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ വിവാഹം, മക്കളുടെ വിവാഹത്തിന് സ്വർണത്തിന്റെ അളവ് കാണിച്ചുകൊണ്ടാണ് സാമ്പത്തികം ആയി മെച്ചപ്പെട്ടതാണ് അല്ലെങ്കിൽ സാമ്പത്തികമുണ്ട് എന്നൊക്കെയുള്ള ഓരോ ലെവല് കാണിക്കുന്നത് പോലും സ്വർണത്തിന്റെ ആ ഒരു അളവിലും തൂക്കത്തിലുമാണ് എന്നുള്ള ലെവലിലേക്ക് മാറിയിരിക്കുന്ന സമൂഹമുണ്ട്. ആ സമൂഹത്തിലെ രക്ഷകർത്താക്കള് വളരെയേറെ മാനസികമായി പ്രയാസപ്പെടുന്നുണ്ടായിരിക്കും. ഒരു വിവാഹം കണ്ടു കഴിഞ്ഞ് ആ വിവാഹത്തിന്റെ അല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ മനസ്സിലെ ചിന്ത തന്നെ എൻ്റെ മകൾക്കും ഇത്രയൊക്കെ എത്തിക്കണം എന്നുള്ളതാണ്. അങ്ങനെ പല കുടുംബങ്ങളിലും പല രക്ഷിതാക്കള് ആകെയുള്ള സമ്പാദ്യം എല്ലാം കൂടെ എടുത്താണ് തൻ്റെ മക്കൾക്ക് ഒരു വിവാഹ ജീവിതത്തിലേക്ക് പറഞ്ഞു വിടുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ രക്ഷിതാക്കൾ ഒരു പക്ഷേ വാടക വീട്ടിലായിരിക്കും പോയി കിടക്കുന്നത്. അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കി തീർക്കുന്നത് ഈ സ്വർണത്തിന്റെ ഒരു സ്വർണത്തോടുള്ള ഒരു ഭ്രമം കൊണ്ട് തന്നെയാണ്. അതേസമയം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒത്തിരിയേറെ ആഭരണഭ്രമമില്ല. ഓരോ ജില്ലകളിലും ആഭരണഭ്രമം വ്യത്യസ്തമായിട്ടാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. കൊല്ലത്താണെങ്കിൽ എത്ര ജ്വല്ലറികളാണുള്ളത്. മിക്ക ജ്വല്ലറികളും കൊല്ലത്ത് അതിൻ്റെ ബ്രാഞ്ചുണ്ട്. എന്തുകൊണ്ടാണ്? കൊല്ലക്കാര് ഒരുപാട് സ്വർണം ഉപയോഗിക്കുന്ന ആൾക്കാരായി മാറിയിരിക്കുന്നു. സ്വർണത്തോടുള്ള ഫാഷനിലും ഡിസൈനിലും ഒക്കെ ഭ്രമമാണ്. അപ്പം അത് ഉള്ളത് കൊണ്ടുപോയി മാറ്റി വാങ്ങിക്കുക, അപ്പം വീണ്ടും വീണ്ടും വാങ്ങിച്ചു വെക്കുക, പുതിയ പുതിയ ഡിസൈനുകൾ കാണുമ്പോഴത്തേക്ക് വാങ്ങിക്കുക. അതേ കണക്കിന് സ്വർണം എത്ര വില കൂടിയാലും ഒരു അക്ഷയ തൃതീയ വരട്ടെ, അന്ന് സ്വർണ്ണക്കടയിലെ തിരക്ക് കാണണം. ഇപ്പം നമുക്കറിയാം പല ചടങ്ങുകൾക്കും സാമ്പത്തികം കൊടുക്കുന്നത് സ്വർണത്തിന്റെ രൂപത്തിലാണ്. ശരിക്കും പറഞ്ഞ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വരുമാനം വെച്ചാണെങ്കിൽ അവന് കഷ്ടിച്ച് ജീവിച്ചു പോകാനുള്ള വരുമാനമേ കാണത്തുള്ളൂ. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഉള്ളത് വിറ്റിട്ടാണെങ്കിലും സ്വർണം വാങ്ങി പല ചടങ്ങുകൾക്കും കൊണ്ടു കൊടുത്ത് ആ ചടങ്ങിൽ തൻ്റെ സ്ഥാനം ഉറപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ സ്വർണം വാങ്ങുന്നവരുണ്ട്. അവർക്കും ഒക്കെ ഇത് ഈ സ്വർണ്ണവില ഉയരുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പം സാധാരണക്കാരിൽ ഇതൊരു ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഈ സ്വർണത്തിന്റെ ഉപയോഗം കുറയുക അല്ലെങ്കിൽ കുറയ്ക്കുക എന്ന ഒരു ലക്ഷ്യം ആരുടെ മനസ്സിലും ഇല്ല. വീണ്ടും എങ്ങനെയെങ്കിലും ഇത് വാങ്ങി നേടണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി പോകുന്നതുകൊണ്ട് വില കുറയാൻ ചാൻസും ഇല്ല. സ്വർണ്ണക്കടക്കാരാണെങ്കിലോ പല കച്ചവട തന്ത്രങ്ങളും ഉപയോഗിച്ച് സാധാരണക്കാരനെ വലയിലാക്കുന്നു. അക്ഷയ തൃതീയ ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഇനിയിപ്പോൾ അക്ഷയ തൃതീയ വരുന്നുണ്ട്. അക്ഷയ തൃതീയ പോലുള്ള ഈ സന്ദർഭങ്ങളിൽ ഒരു തരി സ്വർണ്ണമെങ്കിലും വാങ്ങുവാണെങ്കിൽ, അന്നേ ദിവസം വാങ്ങുവാണെങ്കിൽ ആ വർഷം മുഴുവനും സ്വർണം വാങ്ങിക്കാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസം, ആ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് സാധാരണക്കാരനെ അതിലേക്ക് ആകർഷിച്ച് അവരുടെ കച്ചവടം വിപുലമാക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അങ്ങനെ കടം വാങ്ങിച്ചിട്ടാണെങ്കിലും വേണ്ടിയില്ല ഇത് വാങ്ങിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കൂടിയാണ് ജനങ്ങളും അവിടെ തടിച്ചുകൂടുന്നത്. സത്യം പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഞാൻ അക്ഷയ തൃതീയ കഴിഞ്ഞ് ഒരു ജ്വല്ലറിയിൽ പോയി. അപ്പം ആ ജ്വല്ലറിയിലെ സെയിൽസ്മാൻ പറയാൻ, ഇന്നലെയൊക്കെ എന്തൊക്കെ ശരിക്കും കട ഇടിച്ചിടും, കട തകർത്തിടും ആളുകളുടെ തിരക്ക് കാരണം. രാത്രി തന്നെ എത്രയോ നേരം കഴിഞ്ഞാണ് അവർക്ക് കടയടയ്ക്കാൻ കഴിഞ്ഞത്. കട അടയ്ക്കാൻ ആൾക്കാർ സമ്മതിക്കുന്നില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ ആൾക്കാരുടെ ഇടയിൽ എങ്ങനെയാണ് എത്ര വില കൊടുത്താലും എത്ര വിലയായാലും ജനങ്ങൾ വാങ്ങിക്കും എന്നുള്ളത് കച്ചവടക്കാർക്കും അറിയാമോ.
അപ്പം അത് സ്വർണത്തിന്റെ ഉപയോഗം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ പല നിയമങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും ആ നിയമങ്ങളൊന്നും അനുസരിക്കുന്നില്ല എന്നുള്ളതാണ്. അത് സാധാരണക്കാരിലായാലും അഭ്യസ്ത വിദ്യരിലായാലും എല്ലാ മനുഷ്യരിലും ഒരുപോലെ തന്നെയാണ് ഈ സ്വർണത്തോടുള്ള ആ ഒരു മനോഭാവം നിലനിൽക്കുന്നത്. ഒരേ കണക്ക് തന്നെയാണ്. എൻ്റെ കുട്ടിക്കാലത്താണെങ്കിലേ സ്വർണത്തിന് അന്ന് വില കുറവാണ്. പക്ഷെ വില കുറവാണെങ്കിലും ആ വിലയെന്ന് പറയുന്നത് അന്ന് വലിയ വിലയാണ്. അത്രയും ക്യാഷ് സാധാരണക്കാരായ ജനങ്ങളുടെ കയ്യിലില്ല. ശരിക്കും പാടുപെടും. ഒരു പവൻ വാങ്ങിക്കണമെന്നെങ്കിലും പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ വിവാഹ സമയത്താണെങ്കിൽ ഒരു പവന് 5000 രൂപയാണ്. അപ്പോൾ ഈ 5000 രൂപ എന്ന് പറയുന്നത് ഇന്നത്തെ 52,000 രൂപയെക്കാളും വിലയാണ് അന്ന്. അന്ന് ജനങ്ങളുടെ കയ്യിൽ ക്യാഷ് വളരെ കുറവാണ്. ഇന്നത്തെ സ്ഥിതിയല്ല. ഇന്ന് വരുമാനം കൂടുതലുണ്ടെങ്കിൽ സാധനങ്ങളുടെ വിലയും അതിനനുസരിച്ച് പോകുന്നുണ്ട്. പക്ഷെ അന്ന് അങ്ങനല്ലായിരുന്നു. വരുമാനം തീരെ കുറവാണ്, സാധനങ്ങൾക്ക് വലിയ വിലയുമാണ്. ആ ക്യാഷ് എത്തിക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടി വേണം അങ്ങനെ ഒരു പവൻ്റെ സ്വർണം വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാൻ കഴിയുന്ന. അതൊക്കെ സാധാരണക്കാരായ ജനങ്ങൾക്ക് തീരെ അപ്രാപ്യമായ ഒരു കാര്യമായിരുന്നു അന്നത്തെ കാലത്ത്. പക്ഷെ ഇന്ന് അങ്ങനല്ല. ഇന്ന് എല്ലാവരുടെ കയ്യിലും ക്യാഷ് ഉണ്ട്. അതിനനുസരിച്ച് ഓരോരുത്തർ ആവശ്യക്കാർ വാങ്ങി വയ്ക്കുന്നുണ്ട്. ആവശ്യക്കാരുടെ തിരക്ക് കാരണം സ്വർണത്തിന്റെ വില കൂടി വരികയും ചെയ്യുന്നുണ്ട്. വിവാഹ ചടങ്ങുകളിലെ സ്വർണത്തിന്റെ ഉപയോഗം കുറയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാൽ തന്നെയും സ്വർണത്തിനോടുള്ള ഈ ഭ്രമം കുറയ്ക്കുക എന്നുള്ളത് ഒരു റീസണാണ്. ആ ഒരു വിവാഹ ചടങ്ങിൽ സ്വർണം അണിഞ്ഞു വരുന്ന ആ ഒരു വധുവിൻ്റെ സൗന്ദര്യ സങ്കല്പത്തെ മാറ്റുക എന്നുള്ളത്, അതായത് അതിൽ നിന്നും ഒരു വേറിട്ട ചിന്താഗതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് എൻ്റെ കാഴ്ചപ്പാടിൽ അങ്ങനെയുള്ള ഒരു ചിന്താഗതിക്ക് പ്രാധാന്യമുണ്ട്. കാരണം ഈ പെൺകുട്ടി വരുന്ന സാഹചര്യത്തിൽ ഈ പെൺകുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിത്രമാകുന്നത് കൊണ്ടാണല്ലോ ഈ കുട്ടികൾക്കും ഈ എൻ്റെ കല്യാണത്തിന് എനിക്ക് ഇത്രയും സ്വർണം വേണം, എനിക്ക് ഇഷ്ടമുള്ളത് അണിഞ്ഞു വേണം എനിക്ക് വരാൻ, അങ്ങനെയുള്ള ചിന്താഗതികൾ വളർന്നു വരുന്നത്. അപ്പോൾ അത് സ്വർണം മാത്രമല്ല, സ്വർണത്തിന് പകരമായിട്ട് വേറെയും ലോഹങ്ങൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇത്രയും സ്വർണം തന്നെ വേണമെന്നില്ല. അത്രയും സ്വർണം അണിഞ്ഞില്ലെങ്കിൽ വിവാഹ പന്തലിൽ എത്തുമ്പോൾ മോശമായി മാറും. അങ്ങനെയൊക്കെയുള്ള ആ ചിന്താഗതികൾ തെറ്റാണ് എന്ന് കുട്ടിയെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസം കൂടെ കുട്ടിയുടെ വിദ്യാഭ്യാസ കാലത്ത് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതോടൊപ്പം തന്നെ രക്ഷകർത്താക്കൾക്ക് ഈ സ്വർണത്തിന്റെ രൂപത്തിലല്ലാതെ ഈ കുട്ടിയുടെ ജീവിതത്തിന് ആവശ്യമായ ക്യാഷ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അവൾക്ക് സഞ്ചരിക്കാൻ ഒരു വാഹനം, അല്ലെങ്കിൽ ആ കുട്ടിക്ക് താമസിക്കാൻ ഒരു വീട്, അങ്ങനെ മറ്റു രൂപത്തിൽ സമ്പത്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ സ്വർണത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് കുറയുകയും അത്തരത്തിലുള്ള ഒരു മനോഭാവം വരും തലമുറയ്ക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്താൽ അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. പക്ഷെ ഇന്നത്തെ തലമുറയിലെ പെൺകുട്ടികൾക്ക് കുറച്ച് പേരിൽ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ മിക്കപ്പോഴും ഗോൾഡ് അങ്ങനെ ഉപയോഗിക്കുന്നില്ല. മിക്ക കുട്ടികളും ഫാഷൻ അനുസരിച്ചുള്ള മറ്റുള്ള ഫാൻസി ഐറ്റംസ് ആണ് ഇട്ടുകൊണ്ട് നടക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ട്രെൻഡ് നമ്മൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇതിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാറിയേക്കാം. പഴയ തലമുറ അങ്ങനെയല്ലായിരുന്നു. പഴയ തലമുറ അത്രയും സ്വർണം തന്നെയാണ്, സ്വർണത്തിലുള്ള സാധനങ്ങൾ ഇല്ലെങ്കിൽ അവരില്ലാത്ത പോലെ നടക്കും. എന്നാലും അവർ ഈ ഫാൻസി ഐറ്റംസ് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് സ്വർണം ഉണ്ടെങ്കിൽ പോലും അവർക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. അവർ ഫാൻസി ഐറ്റംസ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നത് കാണുന്നു. നമുക്കറിയാം ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇട്ടുകൊണ്ട് നടക്കുന്നത്. സ്വർണം ഒരു അസറ്റായിട്ട് നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ്. കാരണം സ്വർണത്തിൻ്റെ മൂല്യം കൂടി വരുമ്പോഴത്തേക്ക് തന്നെ അതൊരു സാമ്പത്തികമായി അത് മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് എത്തുന്നു. അത് മാത്രമല്ല, ഒരു അത്യാവശ്യ സന്ദർഭത്തിൽ ഈ സ്വർണം കൊണ്ടുപോയി വയ്ക്കുകയാണെങ്കിൽ ഗോൾഡ് ലോൺ വയ്ക്കുകയോ
അല്ലെങ്കിൽ വിൽക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സാമ്പത്തിക ആവശ്യം നമുക്ക് നടന്നു പോകും. അതുകൊണ്ട് തന്നെയാണ് സ്വർണം സാമ്പത്തികമായിട്ട് സൂക്ഷിക്കുന്നത്. രാജ്യങ്ങൾ പോലും സാമ്പത്തിക ഭദ്രത കാണിക്കുന്നത് തന്നെ സ്വർണത്തിന്റെ തൂക്കത്തിലാണ്. നമ്മൾ ഇത്രയും സമയം സ്വർണത്തിന്റെ വർദ്ധിച്ചു വരുന്ന വിലയെക്കുറിച്ചും സ്വർണത്തിന്റെ മേന്മയെക്കുറിച്ചും സ്വർണത്തിനോടുള്ള ഭ്രമത്തെക്കുറിച്ചും എല്ലാം സംസാരിച്ചു. പക്ഷേ ഈ മെച്ചത്തെക്കാളും ഒരു ദോഷവും കൂടെ നമ്മൾ കണ്ട്. ആ ദോഷം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഉത്രയുടെ ചിത്രം. ഉത്ര എന്ന പെൺകുട്ടിയുടെ വിവാഹ ഫോട്ടോ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ജുവല്ലറിയുടെ പരസ്യത്തിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ കണക്കാണ് എനിക്ക് തോന്നിയത്. അത്രമാത്രം സ്വർണം അണിയിച്ച് ഈ കുട്ടിയെ അതിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വിട്ടപ്പോൾ അവിടെ സ്വർണവും സമ്പത്തിന്റെ രൂപത്തിൽ വില്ലനാവുക ചെയ്തത്. കാരണം ഇത്രയും സ്വത്ത് കിട്ടിയിട്ടും ആ സ്വത്തിനോടുള്ള ആർത്തിയാണ് പാമ്പിന്റെ രൂപത്തിൽ തൻ്റെ ഭാര്യയെ കുത്തി കൊലപ്പെടുത്താനായിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. അപ്പം അങ്ങനെയുള്ള ഒരു ഡീമെറിറ്റ് അല്ല, ഒരുപാട് കുടുംബങ്ങളിൽ ഇത് സംഭവിക്കുന്നുണ്ട്. പക്ഷെ അത് കൊലപാതകങ്ങളായിട്ട് ചില സന്ദർഭങ്ങളെ എത്തുന്നുള്ളൂ. എന്നാൽ തന്നെ പല അസുഖകരമായ നിമിഷങ്ങളും ഈ പെൺകുട്ടിക്ക് ഈ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ ഈ സ്വർണത്തിന്റെ പേരും പറഞ്ഞ് ഉണ്ടാകാറുണ്ട്. നമുക്കറിയാം സ്ത്രീധന പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിയമം മൂലം ഇത് നിരോധിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഒളിഞ്ഞും തെളിഞ്ഞും ഇന്നും എല്ലാവരും, അഭ്യസ്തവിദ്യരായാലും അല്ലാത്തവരായാലും എല്ലാവരും ഈ സ്വർണം സ്ത്രീധനമായിട്ട് കൊടുക്കുന്നത് ഇന്നും ആളുകൾ നിലനിർത്തി പോകുന്ന ഒരു സംഗതിയാണ്. ശരിക്കും പറഞ്ഞ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു ദുഷ്പ്രവണതയാണ് ഈ സ്ത്രീധനം എന്ന് പറയുന്നത്. സ്ത്രീ എന്ന് പറയുന്ന സമ്പത്തിന്, സ്ത്രീ തന്നെ ഒരു സമ്പത്താണ്. പിന്നീടാണ് ഈ സ്ത്രീക്ക് സമ്പത്ത് ധനവും കൂടെ കൊടുത്തു വിടുന്നത്. ജീവിതകാലം മുഴുവനും ആ സ്ത്രീയെ ഒരു പുരുഷന്റെ എല്ലാ ആവശ്യങ്ങളിലും എല്ലാ മേഖലകളിലും അവന്റെ എല്ലാ കാര്യങ്ങളിലും ആ സ്ത്രീയെ പങ്കാളിയാക്കി കൂട്ടാക്കി കൊണ്ടു നടന്ന് അവന്റെ എല്ലാ കാര്യങ്ങളിലും ഒരാളായി മാറുന്ന ഈ സമ്പത്തായ സ്ത്രീയെ വീണ്ടും ധനം കൊടുത്ത് അവളെ മോശപ്പെടുത്തുക എന്നുള്ള ഒരു സ്ത്രീധന സമ്പ്രദായവും കൂടെ ഈ സ്വർണത്തിന്റെ പേരിൽ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു ദുഷ്പ്രവണത ഇല്ലാതാവുന്നതോടുകൂടി ഒരു പക്ഷേ സ്വർണത്തിന്റെ ഈ ഒരു ഇമ്പോർട്ടൻസ് കുറച്ചൊക്കെ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്താണ് മലയാളിയുടെ മനോഭാവം? മലയാളിയുടെ അല്ല, സ്ത്രീകളുടെയും വളർന്നു വരുന്ന പെൺകുട്ടികളുടെയൊക്കെ സ്വർണ്ണ ആഭരണത്തോടുള്ള ഭ്രമം കുറയട്ടെ. ആഭരണങ്ങള് സ്വർണം അല്ലെങ്കിൽ തന്നെയും സൗന്ദര്യത്തിന് കൂട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാട് ഫാൻസി ഐറ്റംസ് പലതരത്തിൽ ഇന്ന് വരുന്ന പുതിയ തലമുറകൾ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാം നല്ലതാണ്. ഓക്കെ, താങ്ക് യു. ഭൗമരാഷ്ട്രീയ സംഭവ വികാസങ്ങളും US ധനനയവും ആഗോള വിപണിയെ ബാധിക്കുകയും തൽഫലമായി ലോകരാഷ്ട്രങ്ങളിലെ നാണയവിനിമയ നിരക്കിൽ മാറ്റങ്ങൾ കാണുകയും ചെയ്യുന്നു. അന്താരാഷ്ട്ര ദേശീയ തലത്തിലെ നിരക്കുകളനുസരിച്ചാണ് കേരളത്തിൽ സ്വർണത്തിന്റെ നിരക്കുകൾ നിശ്ചയിക്കുന്നത്. 2024 സ്വർണവില ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. സാധാരണക്കാരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. സ്വർണവില കുറയും എന്ന പ്രത്യാശയോടെ അവർ കാത്തിരിക്കുന്നു.